പിണറായി വിജയന് തിരുവനന്തപുരത്തെ കൊട്ടാരം പോലൊരു വീടാണുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവിന് ഉള്ള ഔദ്യോഗിക വസതിയല്ല, പിണറായി വിജയൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്. മുമ്പ് കണ്ണൂരുണ്ടായിരുന്ന വീട് എന്ന് പറയുന്നതിന് മുന്നിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആർക്കും കഴിയില്ലായിരുന്നു. പാർട്ടി ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ കാവലായിരുന്നു. മുമ്പിൽ ഒരു പോലീസിൻ്റെ ജീപ്പ് സ്റ്റേഷൻ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഒരു വണ്ടി 10 കൊല്ലമായിട്ട് അതേ നിലയിൽ നിർത്തിയിട്ട് എന്തിനാണ് സർ തൊഴിലാളി വർഗ്ഗ നേതാവിന് തിരുവനന്തപുരത്ത് കൊട്ടാരം പോലൊരു വീട്? അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടിയും 10 വർഷം കേരള മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പത്രങ്ങളിൽ നിന്നെല്ലാം കാണുന്നത് എല്ലാ ദിവസവും 1ഉം 2ഉം ജില്ലാ സമിതികൾ കൂടിയിട്ടും ഏരിയ കമ്മിറ്റി തൊട്ട് അതിന് മുകളിലുള്ളവർ മുഴുവനും ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് പിണറായി വിജയനെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിട്ട് നടക്കുന്നിരുന്ന ഗോവിന്ദനെയാണ്, എം വി ഗോവിന്ദനെയാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊന്നും പിണറായി വിജയനോട് വൈരാഗ്യമില്ല, വിരോധമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിച്ചു, അത് കാര്യം വേറെ. പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടി സഖാക്കൾ പിണറായി വിജയനെ വിളിക്കുന്ന ചീത്ത കേട്ടാൽ നമുക്ക് കഷ്ടം തോന്നും. 10 വർഷം അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിച്ച് കൂടെ നടന്ന ആൾക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട് മാറി അദ്ദേഹത്തിന് ആവാസത്തരം വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ തെറ്റാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെൻറ്റിന്, അതായത് പുതിയ ഗവൺമെൻറ്റിന് പിണറായി വിജയനെ സംരക്ഷിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കും അത്രയും വലിയൊരു വീട്, ഒരു കോമ്പൗണ്ടിനുള്ളിലുള്ള ഒരു വലിയ വീടാണ്. 4500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുള്ള ഒരു വീടാണ് സാർ. ഇത് 30 സെന്റാണ് ആകെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇതിന് 5 ബെഡ്റൂം ഉണ്ട്, സെൻട്രലൈസ്ഡ് AC ഉണ്ട്. ഇത് മുമ്പ് തിരുവനന്തപുരത്തുകാർക്ക് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. വത്സല നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞിട്ട് ബേക്കറി ജംഗ്ഷനിൽ ഒരു പഴയ ഒരു പ്രസവാശുപത്രി ഉണ്ടായിരുന്നു. വലിയ ആശുപത്രിയാണ്. അതായത് ഇത്തിരി ഹൈ ക്ലാസ് ആയിരുന്നു പണ്ട്. അവരൊരു ലേഡി ഡോക്ടറായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് അവരുടെ മകനായി കുഞ്ഞമ്മ മത്തായി എന്ന് പറയുന്ന ഡോക്ടറാണ്. പിന്നെ അവരുടെ മകനായിട്ടുള്ള റോയി ആയിരുന്നു പിന്നെ ഇത് നടത്തിയിരുന്നത്. പിന്നീട് ഇത് മിംസ് ഗ്രൂപ്പിന് വിറ്റു. ഇതാണ് നമുക്ക് അറിയാനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. മിംസ് ഗ്രൂപ്പിന് വിറ്റു. ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ, അവരുടെ ആ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇത് പിന്നീട് ഇപ്പോൾ അത് 3 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. 4500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് 3 ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയേറെ പണം, അതും പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വസതി ഉണ്ട്, അതിലേക്കല്ല പിണറായി വിജയൻ പോയിരിക്കുന്നത്, ഈ വീട്ടിലേക്കാണ്. കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു വീട്. അല്ല, അത് ഇപ്പോൾ ഒരു പക്ഷേ താൽക്കാലികമായിട്ടായിരിക്കും അദ്ദേഹം താമസിക്കുന്നത് അവിടെ. പിന്നെ ഇപ്പോൾ ഈ സതീശൻ കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും ക്ലിഫ് ഹൗസിലേക്ക് മാറിക്കഴിയുമ്പോൾ കൻ്റോൺമെൻറ്റ് ഹൗസ് വേക്കൻ്റ് ആവും. അപ്പോൾ അത് മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജോത്സ്യരുണ്ടല്ലോ പയ്യന്നൂർ, മാധവ് പൊതുവാളിനെ കൊണ്ടും കാണിപ്പയ്യൂരിനെ കൊണ്ടും പിന്നെ എറണാകുളത്തോ തൃശ്ശൂർ ഒരു ചാലക്കുടിയിലായിട്ടൊരു ഒരു ശർമ്മയുണ്ട്, അവരെ കൊണ്ടൊക്കെ നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിച്ചിട്ട് ആ ദിവസം നോക്കിയിട്ട് മാറാനായിട്ടായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഡൗൺഗ്രേഡ് ചെയ്തു, കുറച്ചു എന്ന് കാറ്റഗറിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സുരക്ഷ ആവശ്യമുള്ള സമയമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആൾക്കാർ തന്നെ അദ്ദേഹത്തെ കൈവയ്ക്കും. മനസ്സിലായില്ലേ? ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഒരു നന്ദിയില്ലാത്ത ആൾക്കാരെ 10 വർഷമായിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു കൊടുത്തു അവർക്ക്, അല്ലേ? ഓരോ MLA-മാർക്കും അതുപോലെ മന്ത്രിമാരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 പേരെങ്കിലും 2.5 വർഷം കൊണ്ട് 5-10 വർഷം കൊണ്ട് അദ്ദേഹം ജോലി മേടിച്ചു കൊടുത്തു. അവർക്കൊക്കെ ഫുൾ സർക്കാർ പെൻഷനും കിട്ടും, എല്ലാം കിട്ടും. അതെങ്കിലും അവരൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എവിടെ പോയി ഒരു ആർഷോ, ജെയ്ക്ക് തോമസ്, പിന്നെ ആ പെൺകുട്ടിയുണ്ടല്ലോ നമ്മുടെ ചിന്ത ജെറോ, അതുപോലെ വീണ ജോർജ്, ഇവരൊന്നും മുഖ്യമന്ത്രിനെ പിന്തുണയ്ക്കാനായിട്ട് മുൻപോട്ട് വരാത്തത് വളരെ കഷ്ടമാണ്. തോറ്റു കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ പിണറായിക്കും, ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അച്ചീവ്മെൻറ്റ് മുഴുവൻ ഞങ്ങൾക്കെന്നുള്ള പറയുന്നത് അത് തെറ്റായ നടപടിയാണ്. തോൽക്കുമ്പോൾ അവർ ചെന്ന് എന്താ ചെയ്യേണ്ടത്? പിണറായി വിജയനെ പോയി കണ്ട് കൈയൊക്കെ തടവി കൊടുത്ത്, കാലെല്ലാം തടവി കൊടുത്ത്, സഖാവേ തോറ്റു, വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും ജയിക്കാമല്ലോ അത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. അതിനിടയ്ക്ക് ഞാൻ പത്രത്തിൽ കാണുന്നത് മുഴുവൻ അദ്ദേഹത്തെ ആഭാസപ്രചാരം പറഞ്ഞുകൊണ്ടും വൃത്തികേട് പറഞ്ഞുകൊണ്ടും എല്ലാവരും പാർട്ടിയുടെ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി രഹസ്യമായിട്ടിരുന്ന് ചിരിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ധർമ്മസങ്കടം കണ്ടിട്ട്. അയാളെ കൂടി ചേർന്നിട്ട് ആ പാട്ട് എഴുതിച്ചു കൊടുത്ത എന്താ അതിൻ്റെ പേര്, കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വിളിച്ചു. കേരള ഇപ്പം അച്യുതാനന്ദനെ കേരള കാസ്ട്രോ എന്ന് വിളിച്ച് നിലംപരിശാക്കി താഴ്ത്തിട്ടു. ഇദ്ദേഹത്തിന് ഇനി എന്താ കേരള മാവോ സേതു എന്ന് വിളിക്കുമോ? അപ്പം അദ്ദേഹത്തിന്
ഈ ഒരു വലിയ വീട് എടുത്തു കൊടുത്തതിൽ എനിക്ക് വലിയ അതിശയമില്ല. അതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് ഒരു മുൻ മുഖ്യമന്ത്രി 10 വർഷം സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു വീടിന് അർഹനാണ്. ആ വീടിന് മറ്റേ സുരക്ഷിതത്വമായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആർമിയിൽ നിന്നൊക്കെ പാറ്റൻ ടാങ്കൊക്കെ സമൻ ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ് പ്രൂഫ് ഇതും ഒക്കെ വെച്ച് ചുമരൊക്കെ സേഫ് ഗാർഡ് ചെയ്ത് പാർട്ടി പ്രവർത്തകരെ അതിനകത്തോട്ട് കയറാതെ. കോൺഗ്രസ്സുകാരൊന്നും ചെയ്യില്ല അദ്ദേഹത്തെ. കാര്യം കോൺഗ്രസ്സുകാർ അലവലാദികളാണെങ്കിലും ഈ ലെവലിലേക്ക് അവർ പോവില്ല. പക്ഷേ ഈ വീട് ഇത്ര എടുത്തു കൊടുത്തതിൽ എനിക്ക് വലിയ കുറ്റം പറയാനില്ല. കാരണം അദ്ദേഹം സുഖിക്കാൻ വേണ്ടി ജനിച്ച മനുഷ്യനാണ്. ഇനി അദ്ദേഹത്തിന് അധ്വാനിക്കാൻ പറ്റുമോ? പാടത്ത് പോയി തൂമ്പെടുത്ത് എന്താ ജോലിയെടുക്കാൻ പറ്റുമോ? അതുപോലെ പാടത്തെ പണിക്ക് വരുമ്പോൾ കൂലി കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റുമില്ല. അപ്പോൾ ഒന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഉള്ള സ്ഥാനം ഒഴിഞ്ഞ് പിണറായിയിൽ പോയി സ്ഥിരമായിട്ട് താമസിക്കണം. അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഫുൾ സജ്ജീകരണങ്ങളോടുകൂടി വീട് മൊത്തം എയർ കണ്ടീഷൻ ചെയ്ത്, തൊഴുത്ത് വേണ്ടേ, പശുവൊക്കെ ഇല്ല അദ്ദേഹത്തിന്, പിന്നെ സ്വിമ്മിങ് പൂള് അതൊക്കെ വേണം അദ്ദേഹത്തിന്. എല്ലാ സൗകര്യങ്ങളും വേണം. പറ്റുകയാണെങ്കിൽ ഒരു ബാർ അറ്റാച്ച്ഡ് ക്ലബ്ബോ ഹോട്ടലോ അതിനോട് ചേർന്ന് ചെയ്യാവുന്നതാണ്. സർ, ഈ കണ്ണൂരെ വീട് തന്നെ വലിയ വിവാദമായിരുന്നു. കണ്ണൂരെ വീടിന്റെ മുമ്പിൽ പോയി എനിക്കറിയാവുന്ന ഒരു പലരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിരുന്നു. കണ്ണൂരുകാരിയാണ്, അവരൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. പിണറായി വിജയന്റെ വീട് വലിയ വീടാണല്ലോ എന്നൊക്കെ പറയുന്നത് പിണറായി വിജയന്റെ അത്ഭുതമായിട്ടൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരു ഫോട്ടോ എടുത്തു, പിണറായി വിജയന്റെ വീട് ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും മര്യാദയ്ക്ക് സംസാരിച്ചാൽ. ഏതെങ്കിലും പുരുഷനാണെങ്കിൽ അവനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി ഇടിച്ച് റെഡിയാക്കി മറ്റേ രക്ഷാപ്രവർത്തനം ചെയ്തതുപോലെ ചെടിച്ചട്ടി എടുത്ത് തലയിലൊക്കെ അടിച്ച് രക്ഷിച്ചേനെ. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല, അവരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു എന്നാണ് അവർ ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നത്. പക്ഷേ സാർ, ഇതിനകത്ത് വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് പിണറായി വിജയന്റെ കൊട്ടാര സദൃശമായ വീട് ഇപ്പോഴല്ല വെച്ചത്, ഏതാണ്ട് 10-25 കൊല്ലം മുമ്പാണ്. അന്ന് അത് വലിയൊരു വീടായിരുന്നു. ഇപ്പോഴും അത് വലിയ വീട് തന്നെ. പക്ഷെ ഇന്ന് അതിനേക്കാളും വലിയ വീടുകൾ ഒന്നുകൊണ്ട് അത് ഇത്തിരി താഴെ പോയി എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം സാമാന്യേന ഇന്നത്തെ നിലയ്ക്ക് ഒരു തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ ഒരു വീട് ഇന്നും നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പ്രിയൻ ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കണേ, ഈ കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കണേ. ഇവിടെ എറണാകുളത്തെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ്, അയാൾ ഡിഫൻഡർ എന്നിട്ട് പറഞ്ഞ് ലാൻഡ് റോവർ കമ്പനിയുടെ വാഹനം മേടിച്ചു. അയാളുടെ മകന് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് കൂപ്പയോ അങ്ങനെ ഒരു കൂപ്പർ എന്നിട്ട് പറഞ്ഞ കാറ് മേടിച്ചു. അതൊക്കെ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അയാളുടെ വീട് കണ്ടാൽ കൊട്ടാര സദൃശമായ വീടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും അത് അഖിലേന്ത്യാ തലത്തിലൊക്കെ നോക്കി ജ്യോതി ബസുവൊക്കെ താമസിച്ചിരുന്നുണ്ടല്ലോ കൊട്ടാരം പോലത്തെ വീട്ടിലാണ്. നമ്മൾ പറയും ത്രിപുരയിലൊരു കുഞ്ഞിരാമനുണ്ട്, എന്തെന്നാ മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരല്ല, അയാൾ ഇന്നാള് വന്നില്ല, അതിന് മുമ്പ് മറ്റൊരു നൃപേൻ ചക്രവർത്തി, അയാൾ പാർട്ടി ഓഫീസിലാണ് താമസിച്ചിരുന്ന. ഒരു വൺ റൂമിലാണ് അയാൾ താമസിച്ചിരുന്ന. പാവം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയാം. അയാളൊക്കെ കഴിവില്ലാത്ത കാരണം ഇത്രയും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളല്ലേ വിജയൻ. അദ്ദേഹം ആവശ്യത്തിന് വീടുണ്ടാക്കി. അതിന് നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം കേരളത്തിൽ ഇതൊക്കെ നടക്കും. ഇതൊക്കെ ഇപ്പോൾ ഈ പാർട്ടിയിൽ സാധാരണ പ്രവർത്തകനായിട്ട് വരുന്ന ആൾ കയ്യിൽ കാശില്ലാതെ വരും, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് അയാൾ കാശ് സമ്പാദിക്കുക, അത് അയാളുടെ മിടുക്ക്. നമുക്ക് നോക്കി നിന്ന് സ്തുതി പാടാനേ പറ്റുള്ളവർക്കൊക്കെ നേരെയായിട്ട്. പിന്നെ സ്റ്റേറ്റിലെ ഇക്കണോമിയും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യവും അരിയും റേഷനൊക്കെ അവർക്കൊക്കെ കിറ്റ് കൊടുത്തില്ലേ? ഒരു വൈക്കും കൊള്ളില്ലാത്ത കടലയും പിന്നെ മനുഷ്യൻ പണ്ടത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അരി അത് പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലത്തെ മണം തന്നെ ചോറും ഉണ്ടാക്കി അതൊക്കെ കിട്ടി വോട്ട് ചെയ്ത് അയാളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. പിണറായി, ഞാൻ പറയുന്ന കാര്യത്തിൽ പിണറായി മിടുക്കനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം ഒരു ഫീസ് പോലും ചിലവാക്കാതെ എഞ്ചിനീയറിംഗ് പാസ്സാക്കി, ഇല്ലേ? മകനെ ഒരു പൈസ പോലും കയ്യിൽ നിന്ന് മുടക്കാക്കാണ്ട് ബെർമിംഗ്ഹാമിലടിച്ചു. ഇവിടെയുള്ള അലവലാതി പിള്ളേരുടെ കൂടെ ഈ SFIക്കാരെ അലവലാദികളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ ചെക്കൻ വഴിതെറ്റിപ്പോയെന്നെ. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ബ്രിട്ടനിൽ പോയി പഠിച്ച് MBA എന്താണ്ടൊക്കെ പഠിച്ച് പാസ്സായി അബുദാബിയിൽ വലിയ ബാങ്കിൽ മാനേജറായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ചെറുക്കൻ ഈ മറ്റേ ജാക്ക് തോമസോ അവൻ്റെയൊക്കെ കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി കോഞ്ഞാട്ടിയായെന്നെ. പാർട്ടിയുടെ അവൻ ഒന്നുമില്ല. അതുകൊണ്ട് അവൻ ജീവിച്ചു പോണു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഗുരുവായൂർ വന്നിരുന്നു, അത് വന്നോട്ടെ, ഈ ശത്രു സംഹാര പൂജ നടത്താൻ വേണ്ടിയിട്ട് വന്നായിരിക്കും. ഇതൊക്കെ മിടുക്കുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ.
ഈ ജ്യോതി ബസുവിൻ്റെ മോൻ ചന്ദൻ ബസു എന്ന് പറയുന്ന ഗ്രേറ്റ് ഈസ്റ്റേൺ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് നിർമ്മാണ കമ്പനിയായിരുന്നു. അതൊന്നും ആർക്കും പ്രശ്നമില്ല. അയാൾ താമസിച്ചിരുന്ന കോടീശ്വരന്മാർ താമസിക്കുന്ന ഏരിയയിലായിരുന്നു കൽക്കത്തയിൽ. നല്ല ഏറ്റവും വില പിടിച്ച വോഡ്ക്കയാണ് അയാൾ കഴിക്കുകയുള്ളൂ. അതും ഫ്രഷ് ആയിട്ട് മറ്റേ നാളികേരം എന്താ പറയുന്നത്, അതിൻ്റെ കരിക്കും വെള്ളത്തിനകത്ത് ചേർത്തേ കുടിക്കുള്ളൂ. കണ്ട അലവലാതി സോഡയൊന്നും ചേർക്കാൻ അദ്ദേഹം കഴിക്കില്ല. അപ്പം എന്തിനാ നമ്മൾ ഇത് ഓർത്തിട്ട് വിഷമിക്കണേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? ജീവിക്കട്ടെ, പിണറായിനെ പോലുള്ളവർ ജീവിച്ച് സുഖിക്കട്ടെ. അവർ സുഖിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ഓക്കെ.